നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സാറേ? ഇന്ദ്രന്റെ ഫോണിൽ SI സാർ പലതവണ വിളിച്ചു. എന്താ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ കണ്ടില്ല. ഫോൺ സൈലന്റ് ആയിരുന്നു. എന്താ കാര്യം? നിങ്ങളുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കീടനാശിനിയും ഭക്ഷണത്തിൽ കലർന്ന വിഷവും ഒന്നു തന്നെയാണെന്നാണ് പരിശോധനാ ഫലം. അയ്യോ, അതുകൊണ്ട് നാളെ രാവിലെ 10 മണിക്ക് ഇന്ദ്രനും അനുപമയും സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകണം. ശരി സാറേ, ഞങ്ങൾ വന്നോളാം. കൃത്യസമയത്ത് തന്നെ വരണം. പോലീസിനെ ഇങ്ങോട്ട് വരുത്തരുത്. ഇല്ല സാർ, ഞങ്ങൾ വന്നിരിക്കും. ആണോ? നീ പേടിക്കണ്ട ഇന്ദിര. നിനക്കിതിൽ ഒരു മനസ്സറിവില്ലെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ഉപ്പ് തിന്നുന്നവരങ്ങ് വെള്ളം കുടിക്കട്ടെ. അമ്മേ, പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഇല്ലാത്ത കണ്ടെത്തലുകളൊക്കെ നടത്തി നമ്മുടെ കുടുംബം തകർക്കും. അതുകൊണ്ട് നമുക്ക് ഈ കേസ് പിൻവലിക്കാം. അതാ നല്ലത്. എടാ, കേസ് പിൻവലിക്കാൻ ഇവിടെ ആരും കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പോലീസ് സ്വമേധയെ അന്വേഷിക്കുന്നല്ലേ. നമുക്ക് പരാതിയിൽ എഴുതി കൊടുത്താൽ പോലീസ് പിന്മാറും. അപ്പോ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ആളെ കണ്ടെത്തണ്ടെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നേ? സത്യേട്ടന്റെയും പ്രതിഭയുടെയും കുഞ്ഞിന്റെ ജീവൻ ഒരു വിലയില്ലെന്നാണോ? പോലീസ് ഈ കുടുംബത്തിൽ കയറി ഇറങ്ങിയ ആ ജീവന്റെ വില കിട്ടോടി. നീ ഇങ്ങനെ പറയൂ. പക്ഷേ ഈ കാര്യത്തിൽ പ്രതിഭയുടെ അഭിപ്രായ നോക്കേണ്ടത്. ഞാൻ ചോദിക്കാം. മാറി നിൽക്കട അങ്ങോട്ട്. നീ പറ പ്രതിഭേ, ഈ കേസ് വെറുതെ വിടണമെന്ന് നീ ഒന്ന് പറ. അതോ നിന്റെ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കണോ? നീ പറഞ്ഞ പ്രതിഭേ. കണ്ടുപിടിക്കണം. അതും ഒരു ജീവന്. ഞാനും സത്യേട്ടനും ഒത്തിരി സ്വപ്നം കണ്ടൊരു ജീവൻ. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണം സത്യേട്ട. അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും പ്രതിഭ. കണ്ടുപിടിക്കണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. പോലീസുകാരെ വന്നല്ലേ? അതെ, അവർ ഈ കേസ് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഭക്ഷണത്തിൽ കലർത്തിയ കീടനാശിനിയും പോലീസ് കണ്ടെടുത്ത കീടനാശിനിയും ഒന്നാണെന്ന് തെളിഞ്ഞു. അത് നമ്മളെ പ്രതീക്ഷയാണല്ലോ. എന്നാലും ഇത്ര വിദഗ്ധമായതിനെ കുരുക്കാൻ ഈ വീട്ടിൽ തന്നെ ഒരാൾ തയ്യാറായിരിക്കുന്നു. ആ ഒരാൾ അങ്ങനെ ചെയ്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവർ കൂടി നിന്നെയും എന്നെയും സംശയത്തിന്റെ കണ്ണോടുകൂടി നോക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. സംശയിക്കാൻ കാരണങ്ങളുണ്ടല്ലോ ഇന്ദ്രേട്ടാ.
നമ്മളെ സൂക്ഷിക്കണമായിരുന്നു. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചതാ നമുക്ക് പറ്റിയ തെറ്റ്. എന്തായാലും അനുപമയുടെ തകർച്ച ആഗ്രഹിച്ച് നടന്ന ആള് അതിൽ വിജയിച്ചു. പക്ഷേ ആ വിധിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അനു. നാളെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവാനാ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നമ്മളോടൊക്കെ എന്തോ വാശിയുള്ളതുപോലെ. സ്റ്റേഷനിൽ പോയാൽ അവർ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാനു. ഇന്ദ്രേട്ടാ, നമ്മൾ പിന്നെ വേറെന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് പോയി ഹാജരായില്ലെങ്കിൽ അവരിവിടെ വന്ന് അറസ്റ്റ് ചെയ്യില്ലേ? അത് കൂടുതൽ മാനക്കേടല്ലേ? നീ തൽക്കാലം പോലീസിന് പിടികൊടുക്കുന്നില്ലാനു. രാവിലെ ഞാൻ നിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടാം. അച്ഛൻ നിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളൂ. ഇന്ദ്രേട്ടാ, അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. അച്ഛനെയും എന്റെ വീട്ടുകാരെയും ഇതിൽ ഉൾപ്പെടുത്തണ്ട. വെറുതെ എന്തിനാ അവരെ കൂടെ സങ്കടത്തിലാക്കുന്ന? അത് മാത്രമല്ല, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവര് എന്റെ അച്ഛന്റെ പതനം കൂടി ആഗ്രഹിക്കുന്നവരാ. അനന്തം മാഷിനെ അപമാനിക്കാൻ കൂടിയാ അവരിതൊക്കെ ചെയ്തത്. എനിക്കിനി ജയിലിൽ പോണ്ടി വന്നാലും എന്റെ അച്ഛനെ ഇതിൽ ഉൾപ്പെടുത്തരുത് ഇന്ദ്രേട്ടാ. അനു, നീ ജയിലിൽ പോയാലായിരിക്കും അച്ഛൻ കൂടുതൽ സങ്കടപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും. അതാദ്യം നീ മനസ്സിലാക്കണം. അച്ഛൻ്റെ കൂടെ നീ പോയാ ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കും. എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കും. ഇന്ദ്രേട്ടൻ കുറ്റം ഏറ്റെടുക്കാനോ? എന്തിന്? ഇനി ഏറ്റെടുത്താൽ തന്നെ ആരെങ്കിലും അത് വിശ്വസിക്കൂ? നീ ചെയ്തെന്ന് വിശ്വസിക്കുന്നവര് അതും വിശ്വസിച്ചേ പറ്റൂ. പോലീസ് കീടനാശിനി കണ്ടെത്തിയത് എന്റെ മുറിന്നാ. ഞാൻ കുറ്റസമ്മതം നടത്തിയ ഈ കേസ് തന്നെ ഇല്ലാതാവുമല്ലോ. ഇല്ല ഇന്ദ്രേട്ടാ, അതൊന്നും ഇല്ലാതാവില്ല. കേസ് ഇല്ലാതാവണമെങ്കിലും എന്റെ തലയിൽ കെട്ടിവെക്കുന്ന കുറ്റം ഇല്ലാതാവണമെങ്കിലും അനുപമ നിരപരാധിയാണെന്ന് നിയമപരമായി തന്നെ തെളിയിക്കണം. ഇന്ദ്രേട്ടാ, നമുക്കതങ്ങനെ തന്നെ തെളിയിക്കണം. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും യഥാർത്ഥ കുറ്റവാളി പുറത്തു വരികയും വേണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ദ്രേട്ടനൊന്ന് ആലോചിക്കേ.